ജയരാജൻ, നമ്മൾ സിംഗപ്പൂർ ഒരു ഷോയ്ക്ക് പോയെന്ന് എനിക്കൊരു ഓർമ്മയുണ്ട്. സിംഗപ്പൂർ പോയിട്ടുണ്ട്. അവിടെ വെച്ച് എന്തോ ഒരു ചെറിയൊരു ഇടങ്കേടുണ്ടായില്ല, എന്തുവായിരുന്നു? ചേട്ടന്റെ കാര്യം, ചേട്ടൻ സത്യം പറഞ്ഞ ഒരു ആയുർവേദ ഡോക്ടറാണ്. എന്താ അറിയോ, ചെറിയ മരുന്ന് ഉള്ളിൽ തന്നിട്ട് ഉള്ളിലുള്ള വലിയ വലിയ സാധനം എല്ലാ സാധനങ്ങളുടെ അടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ആയുർവേദ ഡോക്ടറുണ്ട് ചേട്ടാ. അത് സിംഗപ്പൂര് നമ്മൾ ഷോയ്ക്ക് ചെയ്യുന്നപ്പോ അന്ന് അവിടെ ഏഷ്യാനെറ്റ് ഇല്ല, ഒരു ചാനൽസും ഇല്ല, പത്രങ്ങളും ഇല്ല. ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അവിടെ അറിയില്ല. അന്ന് സിനിമാല നല്ല കത്തിക്കുന്ന സമയമാണ്. ഉമ്മൻചാണ്ടി, അച്യുതാനന്ദൻ, VS, അന്ന് വാജ്പേയി, മുരളീധരൻ. അപ്പൊ ഇതൊക്കെ വെച്ച് നമ്മൾ ഓരോ വേദികളിലും സ്കിറ്റ് കളിക്കാൻ ഭയങ്കര കയ്യടിയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ വേദികളിലും ഭയങ്കര നിറഞ്ഞ കയ്യടിയാണ്. അതെ. അപ്പൊ ഇതാണ് ചേട്ടൻ ആദ്യത്തിലെ പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടന്റെ 3 പാട്ടുകളൊക്കെ കഴിഞ്ഞ് ജനം ഭയങ്കര ക്രൗഡായിരുന്നു. പരിപാടി കഴിഞ്ഞ് ഞങ്ങളുടെ സ്കിറ്റിട്ട് കഴിഞ്ഞിട്ട് ഒരാള് ചിരിക്കേ കയ്യടിക്കേ ഒന്ന് കൂവേ ഒന്നുമില്ല. ചേട്ടൻ സൈലൻസ് എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കണ ഒരു മനുഷ്യനാണ്. അപ്പൊ ഞങ്ങള് ചത്തേ കഷ്ടമായി. അപ്പൊ ചേട്ടൻ പറഞ്ഞു അതേ ഓരോ വേദികളിലും ഓരോ ജനങ്ങൾ അത് നോക്കണ്ട എന്ന് പറഞ്ഞു. ചേട്ടന്റെ കാലോട് തുടങ്ങി. പിന്നെ അടുത്ത ഐറ്റമൊക്കെ വന്നപ്പോൾ പരിപാടി കയറി. പരിപാടി ഗംഭീര പരിപാടി. അന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഗംഭീര ഡിന്നർ ആയിരിക്കും എന്ന് പറയണേ. അപ്പൊ പരിപാടി ഇത് പോയപ്പോ ഞങ്ങൾക്ക് ഡിന്നറും പോവും എല്ലാം പോവും. നാട്ടിൽ പോകാൻ പറ്റുമോ, പിടിച്ചു തീർത്തോ, എന്താണെന്നറിയാമോ. ഇത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോ ഓരോരുത്തർ വന്നിട്ട് പരിപാടി നന്നായിരുന്നു കേട്ടോ, ഇതൊക്കെ നന്നായിരുന്നു, എല്ലാം കഴിഞ്ഞിട്ട് ഒരു സംശയമുണ്ട്. നിങ്ങൾ കുറെ അപ്പൂപ്പന്മാര് വന്നിട്ട് ആദ്യമേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പോയില്ല. ഒരു 3-4 വല്യപ്പന്മാര്, അതെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആരായിട്ടാ? അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, കരുണാകരൻ, ഇതൊക്കെ വെച്ചൊരു ഐറ്റം ചെയ്ത് അവർക്ക് മനസ്സിലായിട്ടില്ല. അതാ പറ്റിപ്പോയി. വാർത്താ ചാനലില്ല, പത്രവും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സംഭവം എന്റെ ജീവിതത്തില് ആദ്യത്തെ ഒരു ഷോയാണ് അങ്ങനത്തെ ഒരു സംഭവം. നമുക്ക് അവരെയൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ? ഉമ്മൻചാണ്ടി സാറിൻ്റെതാണ് ചേട്ടാ. ഇത്രയും ഞങ്ങളുടെ ജനനേതാവ് എന്നൊക്കെ പറഞ്ഞ അതാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറ് ഈ അങ്കമാലി ഒരു ഹോസ്പിറ്റലിൻ്റെ ഏതൊരു ഫ്ലോർ ഇനാഗുറേഷന് വേണ്ടി വന്നപ്പോൾ രഘു കളമശ്ശേരിനെ വിളിച്ചു. ഉമ്മൻചാണ്ടി രഘുവിനെ വിളിക്കണം, രഘുവിനെ വിളിച്ച് വേദിയിൽ കൊണ്ടുവരണം എന്നിട്ട് അവിടെ രഘു ഉമ്മൻചാണ്ടിയായിട്ട് ഓഡിയൻസിൻ്റെ ഇടയ്ക്കിട്ട് നടന്നു വന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ എനിക്ക് പോകേണ്ട ഒരു കാര്യമില്ല കേട്ടോ, കാരണം ഞാൻ കർണാടകം ചെയ്യണം. പക്ഷെ പുള്ളി അവിടെ നിന്ന് കണ്ടു അത് മറ്റേ കർണാടകം ചെയ്യുന്ന വ്യക്തിയില്ലേ, അയാളെ കൂടി വിളിക്കുന്നുണ്ട് വേദിയിലേക്ക് വിളിച്ചിട്ട് രഘുവിനെ കൊണ്ട് ഉമ്മൻചാണ്ടി അടിപ്പിച്ചു. അപ്പൊ രഘു പറഞ്ഞു ഞാൻ അധികം ഉമ്മൻചാണ്ടിയുടെ ടോൺ കൂടുതൽ എനിക്ക് സൗണ്ട് ചെയ്തേക്കണ ജയരാജാണ് പറഞ്ഞു. എന്നെ കൊണ്ട് ഉമ്മൻചാണ്ടി ജയിപ്പിച്ചു, കർണാടകം ജയിപ്പിച്ചു ആ വേദിയിൽ. അത്രയ്ക്ക് വലിയ നേതാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോ ഒരു വയ്യേടുണ്ട്. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ ആരോഗ്യവാനായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അതും ഒരു കാലത്തില്ല, ചേട്ടനെ വിളിക്കുന്ന കാലത്തോട് തന്നെ. എന്റെ അടുത്തു നിൽക്കുവാനേശുണ്ട്, എല്ലാരും വരുവിൻ, എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊരുകമാളോരെ, അവനറിയുന്ന മുൾമുടി, അവൻ ചിരിയുന്ന പുഞ്ചിരി, എനിക്ക് നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നല്ലോ, ഇനി അഭയമെല്ലാം അവനിലാണെന്ന് ഏറ്റു ചൊല്ലുക നാം. എന്റെ അടുത്ത് നിൽക്കുവാൻ യേശുവുണ്ട്, എല്ലാരും വരുവിൻ, എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊരുകമാളോരെ, അവനടിയുന്ന മുൾമുടി, അവൻ ചൊരിയുന്ന പുഞ്ചിരി, എനിക്ക് നല്ലൊരു സമരിയക്കാരൻ വിരുന്ന് വന്നുവല്ലോ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. രമേശ് മഹാരാജാസ് അല്ലായിരുന്നു? മഹാരാജ്, എറണാകുളം മഹാരാജ്. അവിടെയും ഈ മിമിക്രിയൊക്കെ? അവിടെ ഞാൻ ഓൾറെഡി ഹരിശ്രീല ആർട്ടിസ്റ്റ് ആയിരിക്കുമ്പോഴാണ് മഹാരാജസിൽ വന്നു ചേരുന്നത്. ഞാൻ ആദ്യമായിട്ട് പ്രീ ഡിഗ്രി ചെയ്യുന്നത് ശങ്കര കോളേജാണ്, ശ്രീ ശങ്കര കോളേജ് കാലടി. ഞാൻ അവിടെ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ ചേരുമ്പോൾ നമ്മുടെ പത്മശ്രീ ജയറാം അവിടെ സെക്കൻഡ് ഇയർ ഉണ്ട് പ്രീ ഡിഗ്രി. അദ്ദേഹം അവിടെ നല്ല മിമിക്രി ലെവലിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ തമ്മിലൊരു മത്സരം വരുന്നത്. മത്സരം വന്നിട്ട് എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് മിമിക്രിക്ക് ഫസ്റ്റ് കിട്ടി, അവന് സെക്കൻഡായി. അത് ആ കാലഘട്ടത്തിൽ പഠിച്ച എല്ലാവർക്കും ഇന്നും എന്നെ കാണുമ്പോൾ ജയറാമിനെ മിമിക്രിയിൽ തോപ്പിച്ച ആളല്ലേ എന്ന് പറയും. അപ്പൊ നമുക്കും ഉള്ളിന്റെ ഉള്ളിൽ പത്മശ്രീ ജയറാമിനെ തോപ്പിച്ച ഒരാളാണെന്നുള്ള ഒരു അഹങ്കാരം. ഏതായിരുന്നത്?
അതെന്താന്ന് വെച്ചാലേ അദ്ദേഹം അന്ന് ജയറാം അന്ന് ചെയ്തിരുന്നത് ഈ നടന്മാർ ഇന്ന സിനിമകളിലെ ഡയലോഗ് വെച്ചാണ് ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻസറും ലൈംഗിക രോഗങ്ങളും എന്ന് പറഞ്ഞ സിനിമ അന്ന് ഹിറ്റാണ്. എല്ലാ പിള്ളേരും ന്യൂൺ ഷോയ്ക്ക് അത് കാണാത്ത പിള്ളേരില്ല. അതെന്താ അറിയോ, ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത അതെന്താ അറിയോ, അതിലൊരു അക്ഷരമുണ്ട്, അത് വലുതാക്കി കൊടുത്തേണ്. അതാണ് ജനം ക്രൗഡ്. അല്ലാതെ അസുഖങ്ങളെ കുറിച്ച് പഠിക്കാൻ ക്യാൻസറും ലൈംഗികരൊന്നുമില്ല. അപ്പൊ എന്റെ സബ്ജക്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ക്യാൻസറും ലൈംഗികരോളം എന്ന സിനിമയിൽ പ്രധാന അധ്യാപകൻ PK എബ്രഹാമാണ്. അപ്പൊ PK എബ്രഹാം ക്ലാസ് എടുക്കുന്നതും മലയാള സിനിമയിലെ പ്രഗത്ഭരായ താരങ്ങൾ വിദ്യാർത്ഥികളുമായ ക്ലാസ് എന്ന് പറഞ്ഞപ്പോ ഐറ്റം കേൾക്കുമ്പോൾ തന്നെ കയ്യടിയാണ്. അപ്പൊ PK എബ്രഹാം എപ്പോഴും ഹാർട്ട് പേഷ്യന്റ് കക്ഷിയാണല്ലോ, ഭയങ്കര പ്രശ്നമാണ്. പുള്ളിയുടെ ശബ്ദം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല, അത്ര ഇതാണ്. അപ്പോ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് സിഫിലിസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള കാരണങ്ങളും അതിന്റെ പ്രതിവിധികളും മറ്റുമാണല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്താ സുകുമാര, തനിക്ക് വല്ലതും ചോദിക്കാനുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഒരു തെറ്റ് ആർക്കും സംഭവിച്ചേക്കാം, എന്നാൽ 4 പേരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കണ്ടായിരുന്നു. എന്റെ സുകുമാര, തനിക്ക് രോഗമുണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമല്ലേ ചോദിച്ചുള്ളൂ. എന്താ പപ്പു, തനിക്ക് വല്ലതും ചോദിക്കാനുണ്ടോ? അയ്യേ, എനിക്കൊരു സംശയം. ഇതിന്റെ രോഗാണുക്കൾ എങ്ങനെ ഈ ആനയുടെ അത്രയ്ക്കുണ്ടോ അത് ഈ കൊതുകിന്റെ അത്രയ്ക്കാണോ? എന്റെ പപ്പു, ഇതിന്റെ രോഗാണുക്കളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. വളരെയേറെ മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ പറ്റൂ. അത് ശരിയാ. അപ്പോഴേ എനിക്കൊരു സംശയം. എന്താ മാളെ, എന്താ കാര്യം? അല്ല, ഇതെന്താ പകരുന്ന രോഗമാണോ? അതെന്താ മാളെ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ ഈ സുകുമാരന്റെയും പപ്പുവിന്റെ അടുക്കാണ് ഇരിക്കണേ, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. എന്റെ മാളെ, ഇത് പകരുന്ന രോഗമാണ്, പക്ഷെ ആണുങ്ങളിൽ നിന്ന് ആണുങ്ങളിലേക്ക് പകരില്ല. എന്താ ആലമൂടിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? 2 രൂപ കിട്ടിയാൽ യൂണിയൻ തങ്കമ്മയുടെ അടുത്ത് പോകുമായി. അതിൽ വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ സാറേ? ആ, അത് കുഴപ്പം തന്നെയാണ് ആലമൂട. അങ്ങനെ പോകുന്ന സംഭവം. പുള്ളിക്ക് എന്ത് ചിരി വന്നു.